ഹലോ ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാത്തവരെ കാണാൻ അവിടെ ഐക്കാർഡിൽ കൊടുക്കുക. അപ്പോൾ ഒരു കിടക്കാച്ച വീഡിയോ തന്നെ ആയിരുന്നു. നമ്മളെ സ്മാർട്ട് ടി വിയിലായിരുന്നു കാണുകയാണ്. ഓക്കെ, നമുക്ക് ഇന്നലെ ടി വി ഓഫ് ആക്കിയിട്ട് നമ്മളെ പട്ടിക്കുട്ടനക്ക് ഫുഡ് കൊടുക്കാണ്ട് നമുക്ക് പോയി ഫുഡൊക്കെ കൊടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. റോഡ് ടു 50K ആണ് നമ്മളെ ടാർഗറ്റ്. റോഡ് ടു 50K ആണ് നമ്മളെ 50K. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എല്ലാവർക്ക് ആ ഫുഡ് ഇന്നലെ വെച്ചു കൊടുത്തല്ലേ, അവനക്ക് വല്ല വിശപ്പൊന്നും ഉണ്ടാവൂല, കെടുക്കാണ് സുഖമായിട്ട്. എടാ, എനിക്ക് പിന്നെ ഫുഡൊന്നും ആവശ്യമില്ലല്ലോ. ഇന്ന് രാവിലെ എനിക്ക് കുറെ ഫുഡ് വെച്ചതന്നല്ലേ. ഫുഡൊന്നും എനിക്ക് ആവശ്യമില്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പോലീസുകാർ പുതിയ കാറും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതൊരു ഗോൾഡൻ ബൊലേറോ. ഗോൾഡൻ ബൊലേറോ? ഗോൾഡൻ ബൊലേറോ. രാവിലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് തള്ളി വിടാതിരിക്കാണ്. ഇവന്മാർക്ക് എന്തിനാ ഗോൾഡൻ ബൊലേറോ ഒക്കെ മതിയാടെ തള്ളിയത്? എണിച്ചു പോയി കൂട്ടിനുള്ളിൽ കയറി കിടന്നോ? അത് നല്ലത്. അല്ല ഫ്രാങ്ക്ലിനാണ്, ഞാൻ രാവിലെ സിറ്റിയിലൊന്ന് പോയി വരുമ്പോഴാണ് ഞാനത് കണ്ടത്. പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ആ വണ്ടി ഇരിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വണ്ടി ഇരിക്കുക? ഗോൾഡനാ? ഇവൻ തള്ളവും ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഫ്രാങ്ക്ലിനാണ് പോയി നോക്കി നോക്ക്, അവിടെ ഉണ്ടാവും. ഞാൻ നോക്കി നോക്കട്ടെ എന്നാ. ഗൈസ്, നമ്മളെ പട്ടിക്കുട്ടൻ പറഞ്ഞ ശരിയാണോ ഗൈസ്? നമുക്കതായാലും നമ്മളെ ബൈക്ക് എടുത്തിട്ട് ഒന്ന് പോയി നോക്കി നോക്കാം അവിടെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ. എടാ, അവിടെ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരണ്ടി. കാണിച്ചോ, ഞാൻ അവിടെ പോയി നോക്ക്. ഇല്ലെങ്കിലല്ലേ നമുക്ക് നോക്കാം. ഇവൻ ഇത്ര ധൈര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുമായിരിക്കും ഗൈസ്. പോയി നോക്കി നോക്കാം. ഉണ്ടെങ്കിൽ ഞാൻ അന്ന് തന്നെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുവരും. നമുക്ക് കുറച്ച് ക്യാഷ് അത്യാവശ്യമാണ് ഗൈസ്. നമ്മൾ പുതിയ സിറ്റിയിൽ വന്നിട്ട് ഇവിടെ ക്യാഷ് ഒന്നുമില്ല. നമ്മളൊക്കെ വീട് എടുത്തതിലെ ക്യാഷൊക്കെ പോയി. പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ഗൈസ്? ഇവിടെ എവിടെ കൊണ്ടാണ്. ഞാൻ എന്തായാലും ഒന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഗോൾഡൻ വണ്ടി ഒന്നും കാണാനില്ല പോലീസിന്റെ. നമ്മളെ പട്ടിക്കുട്ടി നമ്മളെ പറ്റിച്ചേന്ന് തോന്നുന്നു. അല്ല, അവിടെ രണ്ട് പോലീസുകാരന്മാരെ നിൽക്കുന്നുണ്ട്. അവരെന്തോ പറയുന്നുണ്ടല്ലോ. എന്താണ് ഇവന്മാര് പറയുന്നത്? പിന്നെ നമ്മളെ ഗോൾഡൻ പോലീസുകാർ കാർഗോ പ്ലെയിൻ വഴി ഇപ്പൊ എയർപോർട്ടിലോട്ട് വരും. നീ പോയി അത് ഡെലിവറി ചെയ്യണം. ഞാനാ പോയിട്ട് ഡെലിവറി ഒക്കെ എടുക്കാം. എപ്പോഴാ വരാ? പോയില്ലേ കാർഗോ പ്ലെയിനില്? ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് അവിടെ പോയിക്കട്ടെ. നമുക്ക് വേഗം ഡെലിവറി എടുക്കണ്ടില്ലേ? എന്നാ നീ ഇപ്പൊ തന്നെ പോയിക്കോ. ഡെലിവറി എടുത്തിട്ട് നേരെ ഇങ്ങോട്ടേ കൊടുന്നോട്ടെ, വേറെ എവിടേക്കും കൊണ്ടുപോകണ്ട. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ പോട്ടെ. ഗൈസ്, ഇവന്മാരെ പ്ലാന് കൊള്ളാട്ടോ. കാർഗോ പ്ലെയിന് വഴി ഇപ്പൊ വരുന്ന പറയണ്. ഓക്കെ, നമുക്കെന്നാ അവരെടുക്കണായിട്ട് നമുക്ക് പോയി എടുക്കണം ഗോൾഡൻ പോലീസ് കാറ്. എയർപോർട്ട് എവിടെ? എയർപോർട്ട് ഇവിടെ എവിടെ കൊണ്ടാണല്ലോ. ഇവിടെ എവിടെ കൊണ്ടായിട്ടാണ് എയർപോർട്ട് വരുന്നത്? ഇവിടെയാണ് എയർപോർട്ട്. നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോയിട്ട് അവരെടുക്കണായിട്ട് മുമ്പ് ആ വണ്ടി നമുക്ക് എടുക്കണം ഗൈസ്. അങ്ങനെ പണ്ട് അവരെടുക്കണ്ട ആ വണ്ടി. നമുക്ക് എടുത്തിട്ട് സെയിലാക്കിയിട്ട് വേണം കുറെ ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും നേരെ എയർപോർട്ടിലോട്ട് പോട്ടെ ഗൈസ്. ഇതേ കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ഷോർട്ട് കട്ട് വഴി കയറിയിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോട്ടെ. ഇവന്മാരങ്ങോട്ട് എത്താനായിട്ട് മുമ്പ് ഞാൻ പോയി എടുക്കട്ടെ ഗൈസ് ആ വണ്ടി, അല്ലെങ്കിൽ ആകെ പണി പാടും. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോവാ. ഇനി എപ്പം എത്താനാണോ എയർപോർട്ടിലോട്ട്? അല്ല, ഇതാരും ഈ വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കണ്. ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടാ, അടിപൊളി ഒരു ബ്ലാക്ക് സ്കോർപിയോ വണ്ടിന്ന് ഇറങ്ങിയേ. ഗാങ്സ്റ്റർ ലുക്ക് ഉണ്ട് ഈ വണ്ടി കാണാൻ. നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് എയർപോർട്ടിലോട്ട് പോവാം. ഈ വണ്ടിയുടെ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ടിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസുകാർക്ക് നമ്മളെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്നില്ല. ഓക്കെ, ഈ വണ്ടി ഇതിപ്പോൾ ഉള്ളു തന്നെയായിട്ട്. ഈ വണ്ടി ഓഫ് റോഡ് ലുക്കിലാണ് ഈ ഒരു വണ്ടി പണിതിറക്കിയിട്ടുള്ളത്. ഇനി ഇത് ആരാ വണ്ടിയാണാവോ? ഇനി ആരായാലും എനിക്ക് സീനൊന്നുമില്ല. നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോയിട്ട് നമ്മളെ പോലീസുകാർ കണ്ട് അടിച്ചായിട്ട് കൊണ്ടുവരിക. ചേട്ടാ, അത് ഒടുക്കത്തെ കൺട്രോളല്ല, ഇത് ഔട്ട് ഓഫ് കൺട്രോളാണ് ഗെയ്സ്. ഇതിൻ്റെ ടയറൊക്കെ അത്ര വലിപ്പമുള്ള കാരണം ഓടിക്കാനൊക്കെ ഇത്തിരി ടാസ്ക്കാണ്. വളക്കുമ്പോൾ കണ്ട മറിയണ പോലെയാണ്. മറിഞ്ഞ് ഓക്കെ, വണ്ടി മറിഞ്ഞില്ല, ശരിയായിട്ടുണ്ട്. നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോവുക. ഓക്കെ ഗെയ്സ്, നമ്മളിപ്പോൾ ഇതാ എയർപോർട്ടിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ വഴി കയറിയാലാണ് എയർപോർട്ടിലോട്ട് എത്താം. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോവുക. ഓട്ടോറിക്ഷക്കാർ അവിടെ നിൽക്ക്. ഇനി നേരെ പോയാൽ മതി. ഷോർട്ട് കട്ടാണ് ഈ ഒരു വഴി. മറ്റേ പ്ലെയിനൊക്കെ കയറ്റിടുന്ന ഗാരേജ് ഉണ്ടല്ലോ, അത് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഏത് ഭാഗത്താണ് ഗൈസ് പോലീസ് വണ്ടി ഉള്ളത്? മറ്റേ ഗോൾഡൻ പോലീസ്. ഗൈസ്, നമ്മൾ എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എവിടെ നമ്മളെ ഗോൾഡൻ പോലീസിന്റെ വണ്ടി? എവിടെ? നമ്മളെ പട്ടിക്കുട്ടനല്ല, പോലീസുകാർ പറ്റിച്ച നമ്മളെ. അവന്മാരവിടെ നിന്നിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. വണ്ടി എവിടെ ഗൈസ്? വണ്ടി കാണാനല്ലോ. ഇവിടെ ഇല്ല ഗൈസ്, അവര് പറ്റിച്ചാണോ? വെറുതെ ഗൈസ്, ഇതായിരിക്കണ്
നമ്മളെ ഗോൾഡൻ പോലീസുകാർ. ഒരു കാര്യം ചെയ്യാം, വണ്ടി ഇപ്പം തന്നെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാം. പോലീസുകാർ വരണായിട്ട് മുമ്പ് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം. നമ്മളെ ഈ ഒരു സ്കോർപ്പിയോ ഇവിടെ ഇരുന്നോട്ടെ, നമ്മളതാന്നല്ല ആരതാണാവോ. അത് ഇവിടെ ഇരുന്നോട്ടെ എന്തായാലും. നമുക്ക് ആ മെല്ലനെ ആ ബൊലേറോണ്ട് എടുത്തിട്ട് ഇവിടുന്ന് പോവാം. നൈസായിട്ട് സ്ഥലം വിടാം. ഓക്കെ, വേഗം വണ്ടി കയറി വിട്ടോ, അല്ലെങ്കിൽ ഇപ്പം പോലീസുകാരന്മാർ വരും. അവർ വരാൻ നിൽക്കുന്ന സമയത്താണ് കേസ് നമ്മൾ അത് കേട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം വിടാം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ എന്താണ് ഇപ്പം ഉണ്ടായി? നമ്മൾ അവിടുന്ന് നമ്മളെ സിറ്റിയിലോട്ട് വന്നപ്പോൾ ഇവിടെ ആകെ പോലീസുകാരൊക്കെ വരുന്നു. എല്ലാ പോലീസുകാരും അറിഞ്ഞു കേസ്. വാണ്ടഡ് ലെവൽ പോകുന്നുണ്ട്. കുറേ നേരം ഇത് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ ലേറ്റായി പോയി കേസ്. ഓക്കെ, അയ്യോ അറിയാണ്ട് വണ്ടിയിൽ നിന്നൊന്നും ഇറങ്ങിപ്പോയല്ല. ആ ഡോറിൻ്റെ എന്തോ പറ്റിയിട്ടുണ്ട്. കാരണം ആ പോലീസുകാർ വെടി വെച്ചപ്പോൾ വണ്ടിയുടെ ഡോറിൻ്റെ എന്തോ ആ ഫിജാഗിരി ഇളകി പോയി എന്ന് തോന്നുന്നു. വേഗം വണ്ടി കയറട്ടെ, അല്ലെങ്കിൽ ഇവന്മാർ പിന്നെ കഥ കഴിക്കും. വണ്ടിക്ക് അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട് കേസ്. അല്ലെങ്കിൽ ഇവന്മാർ നമ്മളെ പിടിച്ചണ്ട് ജയിലിൽ ഇടും. ഇവിടുത്തെ ജയിലിൽ പോവാണ്ടിരിക്കുകയാണ് കേസ് നല്ലത്. ഒരുമാതിരി വൃത്തിയായിട്ട ജയിലാണ്. ഓക്കെ, ഇവിടെ വാണ്ടഡ് ലെവൽ മെല്ലനെ പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ കുറച്ചു നേരം നിൽക്കാം. വാണ്ടഡ് ലെവൽ ഇവിടെ വന്നപ്പോഴാണ് പോയത്. എന്തെങ്കിലും വാണ്ടഡ് ലെവൽ പോണ വരെ നമുക്ക് എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി നിൽക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. കുറേ റെയ്ഡ് ചെയ്ത് വന്നിട്ട് പോലീസുകാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട്. നമ്മളെ വണ്ടിക്കും കുറേ ഡാമേജ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തോ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് എന്തോ പുകയുന്നൊക്കെ ഉണ്ട്. നമുക്ക് ഈ വണ്ടി റിപ്പയർ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോയി സെയിലാക്കണം. അത്യാവശ്യം ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക്. ഈ വണ്ടി നമുക്കിപ്പോൾ എവിടെയെങ്കിലും തൽക്കാലം ഈ ഗ്യാരേജിൻ്റെ ഉള്ളിൽ കയറ്റിടാം, അല്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. വല്ലവരും കണ്ടാൽ സീനാവും. നമ്മൾ ഈ വണ്ടി എടുത്തതെന്ന് അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി കിട്ടും. ഓക്കെ, നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പട്ടിക്കൂട്ടിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് കാര്യം പറയട്ടെ ഗൈസ്, വണ്ടി കിട്ടിയെന്നൊക്കെ. അവനവിടെ ഇരിക്കുകയാണ്. അവൻ കണ്ടിട്ടുണ്ടാവും ഞാൻ വണ്ടിയിട്ട് വരുന്നത്. പിന്നെ നീ വണ്ടി എടുത്തു കൊടുന്ന് കണ്ടില്ലേ? ഓ, ഞാൻ അണ്ണനോട് പറഞ്ഞല്ലേ വണ്ടി അവിടെ ഉണ്ടെന്ന്. അപ്പം എങ്ങനെയുണ്ട്, വണ്ടി കിട്ടിയില്ലേ? എനിക്ക് വിറ്റിട്ട് ഒരു പുതിയ കൂടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ കിട്ടും. ഇത് എന്ത് കൂടാണ്, ഞാൻ കൊണ്ടുപോയി പുറത്ത് വന്നിരിക്കണ്. നിനക്ക് പുതിയ കൂടല്ലേ, ഒക്കെ ഞാൻ വാങ്ങിച്ചു തരാം. വണ്ടി പിന്നെ പോലീസ് സ്റ്റേഷനിലൊന്നല്ല ഉണ്ടായിരുന്നു. അത് എയർപോർട്ടിൽ പോയിട്ട് ഞാൻ എടുത്തത്. ഞാൻ എന്തായാലും പറഞ്ഞത് കൊണ്ട് നമുക്ക് ആ വണ്ടി കിട്ടി. ഓക്കെ, എന്തായാലും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തറുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു കിടക്കാച്ചി ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.